എ ഗുഡ് ഡിസൈൻ ഈസ് ലിറ്റിൽ ആസ് മച്ച് പോസിബിൾ. ഞാൻ പറഞ്ഞൊന്നുമല്ല, ഗ്രാഫിക് ഡിസൈനിലും ഇതന്നെയാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്. അതിലേക്കൊക്കെ വരാം. ബെറ്റർ ടോക്ക് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ശരിക്കും മലയാളത്തിൽ ഗ്രാഫിക് ഡിസൈനെ പറ്റിയിട്ട് പറയുന്ന കുറേ ട്രൂത്ത്സ് പറയുന്ന അല്ലെങ്കിൽ ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയുന്ന നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ചാനൽസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കണ്ടൻറ്റുകളോ ഒന്നും നമുക്ക് ഇല്ല. അപ്പോൾ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സെറ്റപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ തരാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ട്രൂത്ത്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫാൾസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടോക്ക് തന്നെ ശരിക്കും. അപ്പോൾ ഞാൻ ആഷിഫ്, ഗ്രാഫിക് ഡിസൈനർ ആൻഡ് മെൻറ്റർ അറ്റ് ഹാക്ക ഡിസൈൻ സ്കൂൾ. ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്തൊക്കെ ചെയ്യും, അതായത് ആൾ ഭയങ്കര വലിയ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ടൂൾസൊക്കെ യൂസ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റൊക്കെ നോക്കി അതിനനുസരിച്ച് ക്ലയൻറ്റിനെ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ, എന്നിട്ട് ആൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് റിജക്ഷൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറിനെയാണ് നമുക്ക് റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന സമയത്ത് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ അത്ര ഭയങ്കര വലിയ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്ന രീതിയല്ല എൻ്റെത്. ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണം, ബട്ട് അതിലപ്പുറത്തേക്ക് എൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഭയങ്കര ക്വിക്കാണ് ശരിക്കും. അതായത് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തോ പിൻട്രസ്റ്റ് തപ്പുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ രീതിയിലേക്ക് മാറ്റാം. എസ്പെഷ്യലി ഞാൻ എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗാലറിയാണ് ഫസ്റ്റ് നോക്കുക. ദെൻ ആ ഗാലറിയിലുള്ള എലമെൻ്റ് എന്തെങ്കിലും എടുത്തിട്ട് എൻ്റേതായിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ റിയൽ കണ്ടൻസാണ്. അതായത് ഞാൻ ക്യാപ്ചർ ചെയ്തതോ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള എന്തോ ഒരു കോൺസെപ്റ്റ് അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് അതെടുക്കും. ദെൻ അത് ഫോട്ടോഷോപ്പോ ഇല്ലുസ്ട്രേറ്ററോ ഈവൻ ഫിഗ്മയിൽ വരെ അത് ഡിസൈൻ ചെയ്തിട്ട് അതിന് ഔട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, അതായത് ഏത് ടൂൾ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഐപാഡ് യൂസ് ചെയ്തിട്ട് പ്രോക്രിയേറ്റിൽ വരയ്ക്കാനൊന്നും അറിയില്ല, ബട്ട് ഞാൻ ഐപാഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും അതിൽ വരയ്ക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം, അത് ടൂൾ മാറ്റർ അല്ല, എന്താണെന്നുണ്ടെങ്കിലും നമ്മളതിൽ ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരെ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ടൂൾ ഡസൻ മാറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒന്നും തിങ്ക് ചെയ്യാതെ, അല്ലെങ്കിൽ എല്ലാത്തിനും അർത്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആർട്ടിസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ എക്സ്പ്രഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളെ ഫ്രസ്ട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് ഞാൻ എന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയില്ല, ബട്ട് ഡിസൈനർ എന്നുള്ള ഒരു ടേമിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എനിക്ക് അത്ര ഭയങ്കര എക്സ്പ്രഷൻസ് ഒന്നുമില്ല. കാരണം ഒരു ഡിസൈൻ എടുത്തിട്ട് ഇതാണ് ഇതിൽ സംസാരിച്ചതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ബട്ട് മേ ബി അത് എസ്തെറ്റിക്കലി അത് ഗുഡായിരിക്കും. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വർക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാണ്. കാരണം ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ട് അത് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ഹോപ്പ് എന്നുള്ളതാണ്. ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ദെൻ ഇതിൻ്റെ ഒരു എക്സ്ട്രാ എലമെൻ്റ് അതിലേക്ക് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലേസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, ഒരു സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഇമേജസ് ആണ്. ദെൻ അത് രണ്ടും ഫോട്ടോഷോപ്പിൽ മിക്സ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ സറിയൽ എലമെൻറ്റ്സ്, കുറച്ച് ലൈറ്റിങ് പരിപാടികളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത്. ആൻഡ് ഡിസൈൻ സ്കൂളിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെട്ടിനാട് തമിഴ്നാട് പോയ സമയത്ത് അവിടെ കുറേ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ട്, ഭയങ്കര മാക്സിമലായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളും എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കിയ സമയത്താണ് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മളൊരു ടച്ച് എങ്ങനെ കൊണ്ടുവരും, ആ ഒരു ഡിസൈൻ സ്റ്റൈലിൽ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നോക്കിയ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലേക്ക് എൻഡ് ചെയ്യുന്നത്. അതായത് ഇതിൽ കുറേ നമ്മളെടുത്ത ഇമേജസ് പ്ലസ് കുറച്ച് തമിഴ്നാട് എലമെൻസും കുറച്ച് ടൈപ്പോഗ്രഫിയും ഭയങ്കര മാക്സിമലായിട്ടുള്ള ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഫൈനൽ ചെയ്യുന്നത്. ഇതിൽ
ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് വൈബ് അടിക്കും. അപ്പോൾ അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു വൈബ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എനിക്ക് തോന്നുന്നത് അത് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാണിച്ച വർക്കുകളൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കത് പേ ബാക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ഡിസൈനർക്ക് ഒരു സ്റ്റൈൽ ഉണ്ടാവും. ആ സ്റ്റൈൽ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ കുറേ ടൂളുകൾ പഠിക്കാൻ പറ്റി. അറിയുന്ന ടൂൾസ് ഉണ്ട്, ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇതിലൊക്കെ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ദെൻ അതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു ബിഗ് പോർട്ട്ഫോളിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ പ്രൊഫഷണലി കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹാരിസൺ കോ ഏജൻസിയിൽ ബ്രാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് കുറേ ബിഗ് ക്ലയൻസ് ഉണ്ട്. വണ്ടർല, TCS, കൈരളി TMT, ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ബിഗ് സ്കെയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത കൊച്ചി മെട്രോയിലേക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് സ്കെയിലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വലിയ വലിയ ഹോർഡിങ്സ്, ആഡ് ക്യാമ്പയിൻസിലൊക്കെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് 40+ പുതിയ ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ലോഗോയിലേക്കും അതിൻ്റെ വിഷ്വൽ ഐഡൻറ്റിറ്റിയിലേക്കൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്ക്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിഗ് ക്ലയൻസിന് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ഡിസൈൻസും ഇതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഇമേജസ് എടുത്ത് കുറച്ച് ടെക്സ്റ്റുകൾ എടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതിലൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് മേ ബി അതിൽ നിന്ന് സെയിൽസ് ആയിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ പ്രോസസ്സിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇവരെ കമ്പനിക്ക് സെയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ഇയർ, അതായത് 2025 ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ഫ്ലോ ഉണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സ് ഒരു ക്ലയൻറ്റിനായിട്ട് എങ്ങനെ മാച്ചായിട്ട് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഇയർ ഞാൻ അതിലാണ് കുറേ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കൂടെ ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടെ ഡിഫൈനായിട്ട് ഡിസൈൻ എങ്ങനെ ഫങ്ഷണലായിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെയാണ് ഞാൻ പഠിച്ചത്. അതേ സമയത്താണ് ഈ ഒരു പ്രോസസ്സ്, അതായത് ഡിസൈൻ സ്കൂളിലാണെന്നുണ്ടെങ്കിലും ഏജൻസിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ടീമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സും ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇത് പുറത്തുള്ള ഒരാൾക്ക് അറിയൂല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു ഓൺലൈനായിട്ട് ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു മോഡ്യൂൾ സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഫിഗ്മ ഒക്കെ പഠിപ്പിക്കുന്നതിലൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളവിടെ മോഡ്യൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സിൽ പഠിച്ച ആൾക്കാർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഓൾമോസ്റ്റ് 14 ബാച്ചസ് 2025 ജോയിൻ ആയിട്ടുണ്ട്. അതിൽ തന്നെ 11 ബാച്ചസ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ അവർ ചെയ്ത വർക്കുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദെൻ ഇവർ ഡിസൈൻ സ്കൂളിലേക്ക് വരുന്നതിൻ്റെ ഒരു 3 മാസം മുന്നേ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസൈനെ പറ്റിയിട്ടൊന്നും അറിയാത്ത സ്റ്റുഡൻസ്, ആർട്ടിസ്റ്റുകൾ, ഹൗസ് വൈഫ്സ്, പല ഇൻഡസ്ട്രിയിൽ നിന്നും, മെഡിക്കൽ ഫീൽഡിൽ നിന്നും, അക്കൗണ്ടിങ് ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുമാണ്. ഇവരൊക്കെ എന്തിന് ഡിസൈൻ സ്കൂളിലേക്ക് ഡിസൈൻ പഠിക്കാൻ വേണ്ടി വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം. അത് തന്നെയാണ് നമ്മളും ട്രൈ ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെന്ന് പറയുന്ന സമയത്ത് ഗ്രാഫിക് ഡിസൈൻ ഓൺലൈൻ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാത്തിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇല്ലുസ്ട്രേറ്റർ പഠിപ്പിക്കുക എന്നുള്ളതിലൊക്കെ അപ്പുറത്തേക്ക് കുറേ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ്, കുറേ ഡിസൈൻ എങ്ങനെ ശരിക്കും വർക്ക് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾസ്, അതായത് കളർ തിയറി അല്ലെങ്കിൽ പാക്കേജ് ഡിസൈൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് സ്റ്റുഡൻസിന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ഫോട്ടോഷോപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് റാഷി, അശ്വിൻ ഭാസ്കരൻ ഭയങ്കര എക്സ്പേർട്സാണ്. ഇവരൊക്കെ ചെയ്ത അല്ലെങ്കിൽ പഠിപ്പിച്ചതിൻ്റെ റിഫ്ലക്ഷൻസ് കുറേ പോർട്ട്ഫോളിയോസിൽ ഇപ്പോൾ മൂവി പോസ്റ്റേഴ്സായിട്ടും പല പോസ്റ്റേഴ്സ്, ആഡ് ക്യാമ്പയിൻസ് ആയിട്ടൊക്കെ ഇവരുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത, ഏജൻസിയിൽ വർക്ക് ചെയ്ത പ്രസ്ലി, ഇഷാം, ഇവരൊക്കെ ഭയങ്കര എക്സ്പേർട്സാണ്. ഇവരുടെ സൈഡിൽ നിന്ന് ലോഗോ ഡിസൈൻ എങ്ങനെ ശരിക്കും ഒരു ബ്രാൻഡ് ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് പഠിച്ച അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇവരെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഞാനാണ്.
എനിക്ക് അറിയാം എങ്ങനെയാണ് ഒരു ശരിക്കത്തെ പോർട്ട്ഫോളിയോ ഉണ്ടാവുക എന്നുള്ളത്. സോ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ എങ്ങനെ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില ആൾക്കാർ CV അല്ലെങ്കിൽ റെസ്യൂമിലൊക്കെ കുറച്ച് ഡിസൈൻസ് അറ്റാച്ച് ചെയ്തിട്ട് അതാണ് പോർട്ട്ഫോളിയോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ പ്രോസസ്സിനെ പോർട്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു 3 month കൊണ്ട് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആയിരിക്കാം, ഫ്ലയേഴ്സ് ആയിരിക്കാം, പാക്കേജ് ഡിസൈൻ ആയിരിക്കാം, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ലോഗോ ഡിസൈൻസ്, അതിൻ്റെ വിഷ്വൽ ഐഡൻറ്റിറ്റി പാർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു റിയൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത രീതിയിൽ, അതായത് നമ്മൾ 3 month കോഴ്സിൽ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട് റിയൽ ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ദെൻ ആ റിയൽ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, ഡിസൈൻസ്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു കേസ് സ്റ്റഡി രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അതായത് നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് മേ ബി അവിടുത്തെ HR ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് റിയൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ കണ്ടൻറ്റ്, ഒറിജിനൽ ഡിസൈൻ, ഒറിജിനൽ പ്രോസസ്സ് നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസോ കാര്യങ്ങളൊന്നുമല്ല, ഇവർക്ക് റിയൽ പ്രോസസ്സ് ആയിരിക്കണം വേണ്ടത്. ആൻഡ് ഒരു ഗുഡ് ഡിസൈനാണ് വേണ്ടത്. ഗുഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളാവുക, ലിറ്റിലാവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇതുപോലെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഒരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈൻ ഓൺലൈൻ 3 month കോഴ്സ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടും മലയാളത്തിൽ ഗ്രാഫിക് ഡിസൈനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു അഗൈൻ.